بسم الله الرحمن الرحيم ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും അല്ലാഹുവെ ഭയപ്പെടുകയും അവനോട് ഭക്തി പുലർത്തുകയും ചെയ്യുന്നവരാണ് വിജയം വരിക്കുന്നവർ. وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَئِنْ أَمَرْتَهُمْ لَيَخْرُجُنَّ قُل لَّا تُقْسِمُوا طَاعَةٌ مَّعْرُوفَةٌ إِنَّ اللَّهَ خَبِيرٌ بِمَا تَعْمَلُونَ. അവർ തങ്ങളാലാവും വിധമൊക്കെ അല്ലാഹുവിന്റെ പേരിൽ ആണയിട്ട് പറയുന്നു. നീ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ അവർ ജിഹാദിന് പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുക. നിങ്ങൾ ആണയിടേണ്ടതില്ല, ആത്മാർത്ഥമായ അനുസരണമാണ് ആവശ്യം. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. قُلْ أَطِيعُوا اللَّهَ وَأَطِيعُوا الرَّسُولَ فَإِن تَوَلَّوْا فَإِنَّمَا عَلَيْهِ مَا حُمِّلَ وَعَلَيْكُمْ مَا حُمِّلْتُمْ وَإِن تُطِيعُوهُ تَهْتَدُوا وَمَا عَلَى الرَّسُولِ إِلَّا الْبَلَاغُ الْمُبِينُ. പറയുക, നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കുക, അവന്റെ ദൂതനെയും അനുസരിക്കുക. അഥവാ നിങ്ങൾ പുറംതിരിഞ്ഞു പോവുകയാണെങ്കിൽ അറിയുക, പ്രവാചകന് ബാധ്യതയുള്ളത് അദ്ദേഹം ഭരമേൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ മാത്രമാണ്. നിങ്ങൾക്കുള്ള ബാധ്യത നിങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ട കാര്യത്തിലും. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കു നേർവഴി നേടാം. ദൈവദൂതന്റെ ബാധ്യത സന്ദേശം തെളിമയോടെ എത്തിക്കൽ മാത്രമാണ്.